ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒടുവിൽ നീരവ് മോദിക്ക് പിടിവീണിരിക്കുന്നു. നീരവ് മോദി അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. നീരവ് മോദിക്കെതിരെ നേരത്തെ ലണ്ടനിൽ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരുന്നു. ഉടൻ കസ്റ്റഡിയിൽ എടുത്തേക്കുമെന്ന വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. നീരവ് മോദിക്കെതിരെ ലണ്ടനിൽ പിടിവീണിരിക്കുകയാണ്. ഏതായാലും ഉടൻ കസ്റ്റഡിയിലെടുത്തുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭ്യർത്ഥന മാനിച്ചുള്ള നടപടി വലിയ ചർച്ചയായിരിക്കും. രാജ്യമെങ്ങാടും വിവാദ വ്യവസായി നീരവ് മോദിക്കെതിരെ ലണ്ടൻ കോടതിയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഇയാളെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ഇന്ത്യൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പുതിയ നടപടി. ഇയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നൊക്കെ നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് എപ്പോഴായിരിക്കുമെന്ന് വ്യക്തതയുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ പിടി വീണിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉണ്ടാകുന്ന നടപടികൾ എന്ന് പറയുന്നത് ഇയാളെ നാട് കടത്തുന്നതിനടക്കമുള്ള നിയമ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതായിരിക്കും ഇനി അവശേഷിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയാണ് വജ്ര വ്യാപാരിയായ നീരവ് മോദി ലണ്ടനിലേക്ക് കടന്നത്. CBI എൻഫോഴ്സ്മെന്റ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയായിരുന്നു നാടുകടക്കൽ. ഇതിനിടെ ഇയാൾ ലണ്ടനിൽ ആഡംബര ജീവിതം നയിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വലിയ വിവാദമായിരുന്നു. അവിടെ പുതിയ വജ്ര വ്യാപാരം ആരംഭിച്ച മോദി ലണ്ടൻ തെരുവുകളിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളടക്കം ഒരു പ്രമുഖ വിദേശ മാധ്യമം വിവരങ്ങൾ പുറത്തുവിട്ടതോടുകൂടിയാണ് വീണ്ടും നീരവ് മോദി ചർച്ചകൾ ചൂടുപിടിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും വലിയ ആയുധമായിരുന്നു നീരവ് മോദി. വിജയ് മല്യ പിന്നാലെ രാജ്യത്ത് നിന്ന് കോടികൾ തട്ടിപ്പ് നടത്തി നാടുവിടാൻ നീരവ് മോദിയെ സഹായിച്ചത് കേന്ദ്രമാണെന്നാണ് എപ്പോഴും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ആരോപിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇയാൾക്കെതിരെ നടപടികൾ കടുപ്പിച്ചിരുന്നു. അനധികൃത നിർമ്മാണം എന്നാരോപിച്ച നീരവ് മോദിയുടെ മുംബൈ അലിഗഡിലുള്ള ആഡംബര ബംഗ്ലാവ് റവന്യൂ അധികൃതർ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തിരുന്നു. കൂടാതെ കോടികൾ മതിപ്പുള്ള സ്വത്തുവകകളും കണ്ടെത്തിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ വാ അടപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീരവ് മോദിക്ക് ശരിക്കും പിടിയിട്ടിരിക്കുന്നത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് നീരവ് മോദിക്കെതിരെ നിലവിൽ കേസുകൾ ചുമത്തിയിരിക്കുന്നത്. കൂടാതെ ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസ വഞ്ചന, തട്ടിപ്പ്, അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. ഏതായാലും മോദിയെ വിട്ടുകിട്ടണമെന്ന ഇന്ത്യയുടെ അഭ്യർത്ഥന ലണ്ടനിൽ അത് കൃത്യമായി സ്വീകരിക്കപ്പെടുകയും അതിനെ തുടർന്ന് കൃത്യമായി നീരവ് മോദിക്ക് പിടി വീഴുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും നീരവ് മോദി ഇപ്പോൾ അറസ്റ്റിൽ എന്നുള്ളത് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളും രാജ്യാന്തര മാധ്യമങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയും അത് തന്നെയാണ്. ലണ്ടനിലെ അറസ്റ്റ് വാറന്റിൽ ഉടൻ കസ്റ്റഡിയിൽ എടുത്തേക്കുമെങ്കിലും ഇന്നാണ് കൃത്യമായ ഒരു വ്യക്തത ഉണ്ടായത്. 20-ാം തീയതി കൃത്യമായി തന്നെ നടപടി തുടങ്ങിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇപ്പോഴത്തെ പുതിയ നടപടി എടുത്തിരിക്കുന്നത്. നേരത്തെ നീരവ് മോദിയെ സഹായിച്ചു കേന്ദ്ര സർക്കാർ എന്നുള്ള ആക്ഷേപങ്ങൾ ശക്തമായിരുന്ന സമയത്താണ് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കടന്നത്. ഈ സമയത്തും ഏറ്റവും വലിയ പ്രതിപക്ഷത്തിന്റെ തുറപ്പുചീട്ട് അത് തന്നെയായിരുന്നു. നീരവ് മോദിയുടെ പേരും കേന്ദ്രത്തിന്റെ പേരുമായി ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും കടന്നാക്രമിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇയാളെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭ്യർത്ഥന കൃത്യമായി മാനിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള കോടതി ഉത്തരവ് അതിന് എന്തായിരിക്കും അതിനുശേഷം നടക്കുക, ഇയാളെ നാട് കടത്തുന്നതിനടക്കമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ ഇനി എന്തായിരിക്കും തുടർ നടപടികൾ. ഏതായാലും വലിയ വിവാദമായിരുന്നു നീരവ് മോദിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 13,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് നീരവ് മോദി നടത്തിയത്. അതിനുശേഷമാണ് ലണ്ടനിലേക്ക് കടന്നത്. CBIയും എൻഫോഴ്സ്മെന്റും അടക്കം അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയായിരുന്നു നീരവ് മോദിയുടെ നാടകീയമായ നാടുകടക്കൽ. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തും അതുതന്നെയാണ് ഒരു വിദേശ മാധ്യമത്തിന്റെ അഭിമുഖത്തിൽ നീരവ് മോദി പങ്കെടുക്കുന്നത്. നീരവ് മോദി നടന്നു പോകുന്നു, മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുന്നു, തന്റെ അനിഷ്ടം വ്യക്തമായി പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം നീരവ് മോദി ക്യാമറയ്ക്ക് അധികം മുഖം കൊടുക്കാതെ നടന്നു പോകുന്നതൊക്കെ കൃത്യമായ വാർത്തയായി ദേശീയ രാജ്യാന്തര മാധ്യമങ്ങൾ കൊടുത്തിരുന്നു. ഈ വാർത്തകളുടെ അലയൊലികൾ അടങ്ങും മുൻപ് തന്നെയാണ് ഇപ്പോൾ നീരവ് മോദിക്ക് പിടിവീണിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും.